കസ്റ്റഡി മർദ്ദനം പോലീസിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന്റെ ഭാഗമല്ലെന്ന് ഹൈക്കോടതി. പോലീസ് ഉദ്യോഗസ്ഥർക്ക് നിയമത്തിന്റെ സംരക്ഷണം ലഭിക്കില്ലെന്നും ഹൈക്കോടതി. നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലെ മുൻ എസ്ഐ സി അലവി നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. മുൻ എസ്ഐക്കെതിരെ കേസെടുക്കാനുള്ള നിലമ്പൂർ മജിസ്ട്രേറ്റിന്റെ നടപടി സിംഗിൾ ബെഞ്ച് അംഗീകരിക്കുകയും ചെയ്തു. ശ്യാം ദേവരാജ് ചേരുന്നു. ശ്യാം, ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ കോടതിയുടെ ഈ പരാമർശങ്ങൾ വന്നിരിക്കുന്നത്? 2008 പോലീസ് സ്റ്റേഷനിൽ വെച്ച് നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ വെച്ച് സ്ത്രീയെ ആക്ഷേപിച്ചെന്ന പരാതിയിലായിരുന്നു ഈ നിയമ നടപടി, എസ്ഐക്കെതിരായ നിയമ നടപടി. കേസിൽ നേരത്തെ 2015 നിലമ്പൂർ മജിസ്ട്രേറ്റ് കോടതി, ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നിലമ്പൂർ എസ്ഐ ആയിരുന്ന സി അലവിക്കെതിരെ കേസെടുക്കാനുള്ള നിർദ്ദേശവും നൽകിയിരുന്നു. ഈ യുവാവ് കസ്റ്റഡിയിൽ മർദ്ദനമേറ്റ് യുവാവ് നൽകിയ സ്വകാര്യ അന്യായത്തിന്മേലായിരുന്നു നടപടി. ഈ നടപടി ചോദ്യം ചെയ്താണ് സി അലവി ഹൈക്കോടതിയെ സമീപിച്ചത്. താൻ പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിലാണ് ശാരീരികമായ ആക്രമണം ചെയ്തത്. അത് നിയമം സംരക്ഷിക്കുന്ന നീതി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്തത് എന്നായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥന്റെ വാദം. ഈ വാദം തള്ളി. കസ്റ്റഡി മർദ്ദനം പോലീസിന്റെ ഔദ്യോഗിക നിർമ്മാണത്തിന്റെ ഭാഗമല്ല എന്നും ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കി. ഈ സാഹചര്യത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നിയമത്തിന്റെ സംരക്ഷണം ലഭിക്കില്ല, അത്തരമൊരു സംരക്ഷണം ആവശ്യപ്പെടാനാകില്ല എന്ന കാര്യവും കൂടിയാണ് ഹൈക്കോടതി വ്യക്തമാക്കിയത്. നേരത്തെ കേസിൽ കസ്റ്റഡിയെടുത്ത യുവാവിനെ സി അലവി പോലീസ് സ്റ്റേഷനിൽ വെച്ച് അസഭ്യം പറഞ്ഞു, തല ഭിത്തിയിൽ ഇടിച്ചു, വയറിലും നെഞ്ചിലും ചവിട്ടി എന്നതടക്കമായിരുന്നു കേസ് രജിസ്റ്റർ ചെയ്തത്. ശ്യാം ദേവരാജ് ഞങ്ങളുടെ ലീഗൽ കറസ്പോണ്ടന്റാണ് വിവരങ്ങൾ നൽകിയത്.